നിങ്ങൾ എന്താണ് ഷെയ്ക്ക് മാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് കുറെ കമന്റ്സ് വരാറുണ്ട്. ഇല്ല, നമ്മൾ എല്ലാ ഐറ്റവും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ഒരു റീച്ചും കിട്ടിയിട്ടില്ല. എനിക്ക് കൂടുതലും ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുപോലെ കമന്റ്സും നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ കിട്ടി തുടങ്ങിയതും ഈ ജ്യൂസും ഷെയ്ക്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാന്ന്. പിന്നെ പ്രൊഫഷൻ കൊണ്ടും ഞാനൊരു ഷെഫ് അല്ല, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബേസിക്കലി. ഈ വീഡിയോസ് ഒക്കെ ഞാൻ ഓണത്തിന്റെ ഇടക്കെടുത്താണ്. നമ്മുടെ വീട്ടിൽ കംപ്ലീറ്റ് കസിൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറൊരു വൈബ് തന്നെയായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സൂപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം അവർക്ക് സൂപ്പും പ്ലസ് നമുക്കൊരു അടിപൊളി സേമിയ പായസം കൂടി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ പായസമാണ്. ഓണത്തിന് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി പാലട പായസം ഉണ്ടാക്കിയത്, അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഡിഷസിന്റെയും വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരാതി മാറിക്കിട്ടും, ഞാൻ ഷെയ്ക്ക് മാത്രമാണ് ഉണ്ടാക്കണെന്നുള്ളത്. പക്ഷെ കൂടുതൽ ആളുകൾക്കും ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പായസം ഭയങ്കര മധുരമായിരുന്നു. പാക്കറ്റിൽ വരുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.